തെരഞ്ഞെടുപ്പ് ചിലരുടെയൊക്കെ അതിമോഹം തകർന്നടിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തരേന്ത്യയിൽ വർഗീയ ചേരിതിരിവും വംശഹത്യയും വർഗീയമായ കലാപങ്ങളുമൊക്കെ സംഘടിപ്പിച്ചവർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി ആളുകളെ അവരുടെ പാട്ടിലാക്കാമെന്ന് ധരിച്ചിരുന്നു. അത് തകർന്നടിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനാവും. UDF ഇത്തവണ 2020 അടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വലിയ ആവേശകരമായ മുന്നേറ്റമാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടുകൂടി കേരളത്തിൽ രാഹുൽ തരംഗം തന്നെ ആഞ്ഞടിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മോഹങ്ങൾ പൊലിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം ഇടതുമുന്നണി ഗവൺമെൻറ്റിനെതിരായും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഞങ്ങൾക്ക് 20-ൽ 18 കിട്ടിയത്. ചിലപ്പോൾ ഇത്തവണ ഒന്നുകൂടി കൂടിയെന്ന് വരും. അതാണ് ഇത്തവണ ചരിത്ര വിജയത്തിലേക്ക് LDF എത്തുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പുറത്തു വന്നത്. ഏതാ സീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും ചില അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകും എന്നത് വ്യക്തമാണ്. അതിൻ്റെ സൂചനകളും ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ടും പോളിംഗ് ദിവസവും പ്രകടമായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാരുള്ളത്. വളരെയേറെ ശുഭാപ്തി വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഞാനിന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് എനിക്ക് വളരെയേറെ ശുഭപ്രതീക്ഷയുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അങ്ങേയറ്റം ആവേശകരമായ പിന്തുണയും സഹായവും ഒക്കെ ലഭിക്കുന്നു. ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഞായറാഴ്ച ജനങ്ങളുടെ സ്നേഹം, അവരുടെ ആവേശം, അവരുടെ പുഞ്ചിരികൾ, അവരുടെ കൈവീശലെല്ലാം കണ്ടിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടെയും സുഖത്തോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് വോട്ട് ചെയ്യാൻ. എൻ്റെ അമ്മയോടൊപ്പം അമ്മയും ഞാനും ഒരേ ഒരു പ്രതീക്ഷയാണ്. ഞാൻ വീണ്ടും തിരുവനന്തപുരം നിവാസികളുടെ സേവനം ഇനി അടുത്ത 5 വർഷം ചെയ്യും. ഈ നാടിൻ്റെ ശബ്ദം ഞാൻ വീണ്ടും ഡൽഹിയിൽ കേൾപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായിട്ടല്ല കാണുന്നത്. ആര് രാജ്യം ഭരിക്കണം എന്നതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ രാഷ്ട്രം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഗൗരവം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുവെന്നാണ്. മെയ് 23-ാം തീയതി വോട്ടെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈവെക്കാൻ തയ്യാറുള്ള MPമാരായിരിക്കും കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. BJPയെ NDAയെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. ഏറ്റവും വലിയ ജനമുന്നേറ്റം BJPക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിൽ ദൃശ്യമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒട്ടേറെ സീറ്റുകൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്.
രാഹുൽ ഗാന്ധി ജയിക്കും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ അവിടെ നിർത്തിയത്. അവിടുത്തെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പണിയുന്നവരെ പോകേണ്ട കാര്യമില്ല. ആ വന്നതും നിർത്തിയതും ആര് എങ്ങനെ ഏത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ NSSന് പ്രത്യേകമായി ഒരു നിലപാടുണ്ടോ? സമദൂര നിലപാട് തന്നെയാണ്. അത് ഞങ്ങൾ ശബരിമല വിഷയത്തിൽ നമ്മൾ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടുണ്ട്. അത് വോട്ടിന് വേണ്ടിയിട്ടല്ല, വിശ്വാസികൾക്ക് അനുകൂലമായിട്ടൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ നിലപാട് ഈ തെരഞ്ഞെടുപ്പിലും കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്യും. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. UDFന്റെ പ്രവർത്തനം 20 നിയോജക മണ്ഡലത്തിലും ഒരേ രീതിയിൽ നല്ല നിലയിൽ മുമ്പോട്ട് നീക്കാൻ സാധിച്ചു. ഏതെങ്കിലും പാർട്ടിയിലോ മുന്നണിയിലോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം UDFന് 20 നിയോജക മണ്ഡലത്തിലും ഒരു വലിയ ഒരു പ്രയോജനമാണ് ഉണ്ടാക്കിയത്, വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയം തുറന്നു കാട്ടാൻ UDFന് സാധിച്ചു. കേരളത്തിലെ LDFന്റെ വിജയം കേന്ദ്രത്തിലെ ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഉറപ്പുണ്ട്. എന്ന് മാത്രമല്ല, ആ സർക്കാരിൽ ഇവിടുത്തെ പിന്തിരിപ്പന്മാരെല്ലാം ആഗ്രഹിക്കുന്നതിന് വിപരീതമായി ഇടതുപക്ഷ സ്വാധീനവും ഉറപ്പുവരും. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കക്ഷിയും കോൺഗ്രസും ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം, ചരിത്ര വിജയം തന്നെ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബാലറ്റ് ബുള്ളറ്റിനേക്കാൾ ശക്തമാണെന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. 5 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അന്ത്യം വരുത്താൻ ജനങ്ങൾക്ക് കിട്ടിയ കനകാവസരമാണിത്. അതോടൊപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ദുർഭരണം, അതിന് ശക്തമായ താക്കീത് കൊടുക്കാൻ കിട്ടിയ ഒരവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. കോഴിക്കോട് ഞങ്ങൾ കൃത്യമായി വിധി എഴുതും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇന്ന് പോളിംഗ് കഴിഞ്ഞാൽ മെയ് 21 കാണാം കോഴിക്കോട്ടെ റിസൾട്ട്. ഇതിനൊക്കെ കനത്ത തിരിച്ചടി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കിട്ടും, CPM സംശയം നിങ്ങൾക്ക് വേണ്ട. നല്ല വിജയപ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോഴുള്ള ബൂത്തുകളിലെ സിറ്റുവേഷനും ഞങ്ങളുടെ പ്രവർത്തകരും പിന്നെ വോട്ടർമാരുടെ വരവും അതിൻ്റെ ഫ്ലോയും ഒക്കെ നോക്കുമ്പോൾ നല്ല നിലയിൽ തന്നെയാണുള്ളത്. വലിയ ആത്മവിശ്വാസം അറിയപ്പെട്ടുണ്ടാകാത്ത തരത്തിലുള്ള ആത്മവിശ്വാസം കോടി വരും. സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ലോക്സഭയിൽ സാമാന്യ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യം എന്ന തിരിച്ചറിവ് മഹാഭൂരിപക്ഷം വോട്ടർമാരിലും ഉണ്ട് എന്നതാണ് ഇതേവരത്തെ അനുഭവം. അപ്പോൾ ആ നിലക്ക് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത മുഴുവൻ വോട്ടർമാരും ഈ ഒരു അക്രമ രാഷ്ട്രീയത്തിനെതിരെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വിധി എഴുതണം എന്നുള്ള തീരുമാനത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്ത്രീ വോട്ടർമാരുൾപ്പെടെ വലിയ തോതിലുള്ള സ്ത്രീ വോട്ടർമാർ, നിഷ്പക്ഷരായ വലിയ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പുതിയ തലമുറയിലെ വോട്ടർമാർ എല്ലാവരും ആ ഒരൊറ്റ മനസ്സോടുകൂടി നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് വടകര മണ്ഡലത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് വന്നിട്ടുള്ളത്. മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നതിൽ നിന്ന് കുറെ കൂടി മാറി ഉയർന്ന്
ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി മാറാൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ജാതിമത രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് വിശാലമായി തന്നെ ജനങ്ങൾ അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല വിശ്വാസമാണുള്ളത്. ജനങ്ങളിൽ എപ്പോഴും ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF നോക്കിക്കാണുന്നത്. അവസാന വിലയിരുത്തൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ UDFനുള്ളത്. ഒരു തിളക്കമാർന്ന വിജയം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയേണ്ട കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ 5 വർഷം കൊണ്ട് മോദിക്ക് ഭരണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ എന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. 40 വർഷത്തെ ചരിത്രം, ജില്ലാ കളക്ടറായിരിക്കും, ഡൽഹി കമ്മീഷനായിട്ടും, ഇവിടെ എൻട്രൻസ് കമ്മീഷനായിട്ടും, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും, പിന്നെ MLA ആയിട്ടും ഇപ്പം മന്ത്രിയായിട്ടും എൻ്റെ പെർഫോമൻസ് കേരളത്തിൽ ജനങ്ങൾക്കറിയാം. കൊച്ചിക്കാർ നല്ല മിടുക്കനായ വോട്ടർമാർ. അപ്പോൾ കൊച്ചിക്ക് നല്ല കാര്യം. ഇവിടെ കൊച്ചി ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ലൊരു ടൂറിസം കേന്ദ്രമായി മാറേണ്ടതാണ്. ഇപ്പോൾ എന്താ ചപ്പും ചവറും നാറ്റവും. ഏതെങ്കിലും മനുഷ്യ ഇവിടെ വരുമോ? ഇത്രയും മനോഹരമായ സ്ഥലം, ഇത്ര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ വരണം. അപ്പോൾ അവർക്കറിയാം ആരാണ് നല്ലതെന്ന്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചിലയിടത്ത് വ്യാപകമായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. മിക്ക പരാതികളും ഞങ്ങളുടെ ചിഹ്നമായിട്ടുള്ള താമരയിൽ പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളിത് ROയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ ഞങ്ങൾ മറ്റ് നിയമ നടപടികളിലേക്ക് പോകും. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ, വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടും. ഹിസ്റ്റോറിക് വിന്നായിരിക്കും, ചരിത്ര വിജയം നേടും. പക്ഷേ ഇവിടെ UDFനെ സംബന്ധിച്ച് ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. ഞങ്ങൾ വലിയ മുൻതൂക്കമാണ്. 2ാം സ്ഥാനത്ത് ആരാണെന്നുള്ളത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഞാൻ പരാമർശമൊന്നും നടത്തുന്നില്ല. ഈ പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിലോമകരമായിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ച് നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അവസരമുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു വികാരമുണ്ട് പൊതുവിലെന്ന് മനസ്സിലാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വികാരവും റിസൾട്ടുമാണ് ഉണ്ടാകുന്നതെന്നുള്ള വിശ്വാസം കൊണ്ടുള്ള സന്തോഷം. നല്ല വിജയപ്രതീക്ഷയിലാണ്, യാതൊരു സംശയവും വേണ്ട. പൊതുവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മണ്ഡലത്തെ അനാഥമാക്കില്ലെന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പര്യടന കേന്ദ്രങ്ങളിലും ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ മണ്ഡലത്തെ അനാഥമാക്കില്ല. അത് പൊതുവിൽ വോട്ടർമാർ സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. UDFൻ്റെ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അഭിമാനകരമായ ഭൂരിപക്ഷത്തോട് ജയിക്കും. പാലക്കാട്ട് കഴിഞ്ഞ തവണ കൈവരിച്ച ഉജ്ജ്വലമായിട്ടുള്ള വിജയം LDF ആണ്. പാലക്കാട്ട് UDFന് നല്ല അനുകൂലമായ ഒരു മുന്നേറ്റമാണ് പ്രചരണത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 23 വർഷത്തിന് ശേഷം പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF തിരിച്ചു പിടിക്കും. വിജയപ്രതീക്ഷ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗവൺമെന്റിനെ എതിർത്തുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കേണ്ട UDF ആചാര ലംഘനത്തിനു വേണ്ടി പുറപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് വിശ്വാസികളെ പിറകിൽ നിന്ന് കുത്തിച്ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അതിശക്തമായിട്ടുള്ള പ്രതിരോധം ജനാധിപത്യ വിശ്വാസികൾ തീർത്തുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങൾ അത് മനസ്സിൽ മനനം ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകും. ഭൂരിപക്ഷം വയനാട്ടിൽ ആയിരിക്കും. എല്ലാ
നിയോജക മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷം ഉണ്ടാകും. UDF എല്ലായിടത്തും ജയിക്കും. അതാണ് സ്ഥിതി. UDFന് ഇപ്പോൾ ഫൈറ്റ് 1-2 നിയോജക മണ്ഡലത്തിൽ വലിയ ഫൈറ്റ് ഉണ്ട് എന്നല്ലാതെ വേറെ എവിടെയും ഒരു ഫൈറ്റ് പോലും തോന്നുന്നില്ല. ഒക്കെ വിജയിക്കും എന്നുള്ള വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് എല്ലാവരും ഉണ്ടാകുന്നത്. മലപ്പുറവും പൊന്നാനിയും വയനാടും മാത്രമല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഇടതുപക്ഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. രാഷ്ട്രീയമായിട്ടുള്ളതാണ് പോരാട്ടം. അതിൽ വ്യക്തികൾക്കല്ല പ്രധാനമായിട്ടും പ്രാധാന്യം. ഏതായാലും നമ്മളെ UDF വളരെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നതാണ് ഞങ്ങളുടെ കണക്ക്. പ്രത്യേകിച്ച് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ തന്നെ നമ്മുടെ ETയും ഒരു ബഹുഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയിലാണ്. വളരെ ആവേശകരമായ പ്രവർത്തനമായിരുന്നു. 6-7 വട്ടങ്ങളിലായി ഏകദേശം 75% വോട്ടർമാരെ, 7 ലക്ഷത്തിലധികം വോട്ടർമാരെ നേരിട്ട് കാണാൻ സാധിച്ചു. വോട്ടർമാർ കണ്ടൊരു സ്ഥാനാർത്ഥി വയനാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റവരൊക്കെ ആകാശത്തിരുന്ന് ടാറ്റ കാണിച്ചു പോയ ആളുകളാണ്. ഭൂമിയിലുള്ള ആളുകളെ കണ്ടത് ഒരു ആത്മവിശ്വാസത്തിലാണ്. പരമാവധി വോട്ട് കിട്ടും, ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടതുപക്ഷത്തിന് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം മറ്റേത് തെരഞ്ഞെടുപ്പുകളും വളരെ മികച്ചതായിരുന്നു. ആദ്യ വോട്ടല്ലല്ലോ. വോട്ട് നമ്മുടെ ഒരു അധികാരമാണ്, അവകാശമാണ്. നമ്മളെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അത് അവരുടെ മേന്മയും അവരുടെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ പ്രതിനിധിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. ഈ രണ്ടുപേരും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പല സ്ഥാനാർത്ഥികളും ഈ പരസ്പരം മത്സരിക്കുന്നവർ ജയിച്ചു വരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, പരിചയക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു വോട്ടേ ഉള്ളൂ. അത് ഞാനൊരാൾക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ ഏതെങ്കിലും കാരണങ്ങൾ, നമ്മുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ, നമ്മുടെ ഏതെങ്കിലും പ്രാധാന്യങ്ങൾ, മുൻഗണനകൾ ഒക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു വിജയം LDF നേടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം പല കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട്, കാര്യം അത്രമാത്രം പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അച്ചടക്കം LDFനുണ്ടായി എന്നാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് അപ്പോൾ തന്നെ 20 സ്ഥാനാർത്ഥികളെയും ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നോ കൺഫ്യൂഷൻ, നിലപാടുകളെല്ലാം കറക്റ്റാണ്, ഒരു പ്രശ്നങ്ങളില്ല, ഒരു വ്യത്യാസങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്തായാലും LDFനുണ്ടാവും. തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ എന്നൊന്നുമില്ല. മറ്റ് പല തൊഴിൽ മേഖലകളിൽ നിൽക്കുന്നവർ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടല്ലോ. പിന്നെ ഒരർത്ഥത്തിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു തൊഴിലൊരാൾക്കുണ്ടാകുന്നത് നല്ലതാണ്. ഇത് തൊഴിലാക്കുമ്പോഴാണ് ഇതിനകത്ത് മറ്റപകടങ്ങളും അഴിമതിയൊക്കെ വരുന്നത്. ഈ പറഞ്ഞ രണ്ടുപേർക്കും ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനമൊക്കെ അവർക്ക് അവരുടേതായ തൊഴിൽ മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇന്നസെൻ്റ് കാര്യം പറയുമ്പം ഇന്നസെൻ്റ് ആദ്യം ഇല്ല എന്ന് പറഞ്ഞു, വീണ്ടും ഇന്നസെൻ്റ് മത്സരരംഗത്ത് വന്നതിൻ്റെ പിന്നിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കി തന്നെ ആയിരിക്കാം ഇടതുപക്ഷ മുന്നണി ആ ഒരു തീരുമാനത്തിലെടുത്തിട്ടുണ്ടാവും. അതിനർത്ഥം അത് അവിടുത്തെ വോട്ടർമാരുടെ തന്നെ ഒരു ഹിതമായിരിക്കണം. സുരേഷ് ഗോപി ഇപ്പോൾ ആദ്യമായിട്ടാണ് പൊതു തിരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ഇന്നസെൻ്റ് രണ്ടാമതാണ്. വരട്ടെ, സുരേഷ് ഗോപി ആയാലും ആരായാലും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ, വ്യക്തിയുടെ പേരല്ല, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പറയുള്ളൂ. ഒരു സാധ്യതയ്ക്ക് കുറവില്ല, നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുള്ളൂ.
വരണം എല്ലാം ഞങ്ങളുടെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ കലാകാരന്മാർക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. ഒന്നാമത് എനിക്ക് അതേ വരുന്നുണ്ടായിരുന്നു നാട്ടിൽ. നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ശരിയല്ലേ. എന്തിനാണ് ഇപ്രാവശ്യത്തോട്ട് ചോദിച്ചല്ലേ? നല്ലൊരു എന്താ പറയുക, ഇന്ത്യയെ രക്ഷിക്കുന്ന നല്ലൊരു ഭരണം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റം എങ്ങനെ സംരക്ഷിക്കപ്പെടണം, അത് സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വരാവുന്ന കോൺസിക്വൻസസ് എല്ലാം എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ ആൾക്കാർ കുറേ കൂടെ അവെയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പൊളിറ്റിക്സിൽ കൃത്യമായി ഇടപെടേണ്ട സമയത്ത്, അത് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സ്ഥലത്ത് വളരെ ആക്റ്റീവായിട്ട് യുവജനങ്ങളും പൊതുവിൽ നമ്മുടെ കേരള ജനതയും മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണത്തെ ഇലക്ഷന് കുറേ കൂടി പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ത്യ മുഴുവൻ നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട്, ഒരു അവസ്ഥയുണ്ട്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലർക്കും ഒരു ജനസേവകരുടെ മുഖമല്ലാതായി മാറി. പലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഏതോ ഒരു വലിയ കോർപ്പറേറ്റിൻ്റെ ആൾക്കാർ വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ജനങ്ങളെ സേവിക്കാൻ വരുന്ന ആളുകളുടെ ശരീരഭാഷയിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാരണം തന്നെ ഒരു പേടി തോന്നുന്നൊരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഒരു വോട്ടും പാഴാക്കരുത്, അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കേണ്ടതാണെന്നുള്ള ഒരു ധാരണയുണ്ട്. ഈ പറയുന്ന പുറത്ത് പറയുന്ന രീതിയിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ മുതലക്കണ്ണീരൊന്നും വലിയ വിഷയമൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ ഒരു ധാരണ വേണം, ആരാണ് നമ്മളെ നയിക്കേണ്ടത്, നമ്മളെ ചതിക്കാത്തവരാരൊക്കെ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്.